Good morning, students. Let's discuss another problem relating to the topic bonus issue and right issue. So let's begin. അടുത്തതായിട്ട് ഇനി നമുക്ക് ബോണസ് ഇഷ്യൂൻ്റെ റൈറ്റ് ഇഷ്യൂൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ രണ്ട് പ്രോബ്ലംസ് ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് 9ാമത്തെ പ്രോബ്ലം നോക്കാം. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി ഡിസ്ക്ലോസ്ഡ് ദ ഫോളോയിങ്: ഷെയർ ക്യാപിറ്റൽ 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, ₹8 പെയ്ഡ് അപ്പ്, 3,20,000. ഫുള്ളി പെയ്ഡ് അല്ല, ഫൈനൽ കോൾ ഇതുവരെ വിളിച്ചിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 lakhs, ഡിവിസിബിൾ പ്രോഫിറ്റ് ഉണ്ട്. ജനറൽ റിസർവ് 1 lakh. The company resolved that all the general reserve and a part of the profit and loss account balance be utilized in the following manners. കമ്പനിയുടെ കൈവശമുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇനി ഏതൊക്കെ രീതി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. By paying ₹2 per share on the partly paid shares in order to make them fully paid. അതായത് 8 രൂപ കൊടുത്തു, 10 രൂപയായിരുന്നു കൊടുക്കേണ്ട, 8 രൂപ കൊടുത്തുള്ളൂ. ബാലൻസ് വരുന്ന 2 രൂപ ഓരോ ഷെയറിനും അത് ഈ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാനാണ് പറയുന്നത്. Issue fully paid bonus shares at the rate of 1 fully paid shares for every 4 shares held. അതേപോലെ തന്നെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറയുന്നു. ഓരോ 4 ഷെയറിനും ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. ഗിവ് ജേർണൽ എൻട്രീസ് ഇൻ കണക്ഷൻ വിത്ത് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എൻട്രീസ് ആണ് ഇനി ഇവിടെ പോസ്റ്റ് ചെയ്യാനുള്ളത്. നമുക്കിനി സൊല്യൂഷനിലോട്ട് നോക്കാം. സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് നോട്ട് നോക്കുകയാണെങ്കിൽ ബോണസ് ഷെയർസ് 40,000 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. 4 ഇക്വിറ്റി ഷെയർസിന് ഒരു ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1:4, അപ്പോൾ 1/4, 40,000 into 1/4, 10,000 ഷെയർസ് ആണ് ബോണസ് ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം അത് 10 രൂപ വെച്ച് ഫേസ് വാല്യൂ. അപ്പം അങ്ങനെ 1 lakh rupees ആണ് നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് ഇവിടെ വേണ്ടത്. ഇനി എൻട്രീസ് നമുക്ക് നോക്കാം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിവിസിബിൾ പ്രോഫിറ്റ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ടു ഫുള്ളി പെയ്ഡ് 80,000. അതായത് കംപ്ലീറ്റ് ആയിട്ടും 10 രൂപയാണ് ഷെയർസിന്റെ ഫേസ് വാല്യൂ, പക്ഷേ 8 രൂപ പേ ചെയ്തുള്ളൂ. ബാക്കി 2 രൂപ പേ ചെയ്യാനുണ്ട്. അപ്പം 40,000 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്, 2 രൂപ പേ ചെയ്യാനുണ്ട്. അപ്പോൾ 40,000 into 2, 80,000. അപ്പോൾ അങ്ങനെ ഓരോ ഷെയറിനും, അതായത് 40,000 ഷെയറിന് 2 രൂപ വെച്ച് 80,000 രൂപയാണ് ഇവിടെ പേ ചെയ്യുന്നത്. അത് ഡിവിസിബിൾ പ്രോഫിറ്റ് ജനറൽ റിസർവിൽ നിന്നാണ് കൊടുക്കുന്നത്. അടുത്തത് ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ 80,000, ഫൈനൽ കോൾ ഡ്യൂ. അപ്പോൾ ഫൈനൽ കോൾ ആണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത്. 8 രൂപ വരെ കൊടുത്തു, ബാക്കി ബാലൻസ് 2 രൂപയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഫൈനൽ കോൾ ആണ് കംപ്ലീറ്റ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി അടുത്തത് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അഡ്ജസ്റ്റഡ് 80,000. അതായത് കംപ്ലീറ്റ് ആയിട്ടും ആ ഫൈനൽ കോൾ നമുക്ക് 80,000 rupees നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് നമ്മൾ ആദ്യം തന്നെ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ എൻട്രിയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കുന്ന കംപ്ലീറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട്, അതായത് 1 lakh rupees ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ബോണസ് ഷെയർസ് ആയിട്ട്, ബോണസ് ഷെയർസിന് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. അപ്പം അത് കംപ്ലീറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 20,000, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 80,000 ടു ബോണസ് ടു ഷെയർ ഹോൾഡർ 1 lakh. 20,000 അതായത് ഓൾറെഡി നമ്മൾ 1 lakh ഉണ്ടായിരുന്നു ജനറൽ റിസർവ്, അതിൽ നിന്ന് 80,000 ഓൾറെഡി നമ്മൾ ഫൈനൽ കോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന 20,000 ആണ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളത് എടുക്കുന്നത്. ഡിവിസിബിൾ പ്രോഫിറ്റ് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും 80,000 എടുക്കുന്നത്. ഇനി പേയ്മെന്റ് നമ്മൾ മൊത്തം കൊടുക്കുന്നത് എങ്ങനെയാണ്? ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഇൻ 1:4, 1 lakh. കംപ്ലീറ്റ് 4 ഷെയറിന് ഒരു ബോണസ് ഷെയർ ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം 1 lakh rupees ആണ് ഇവിടെ നമ്മൾ 40,000 ഷെയർസിന് നമ്മൾ 10,000 ഷെയർസും കൂടി ബോണസ് ഷെയർസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പം അങ്ങനെ 1 lakh rupees ആണ് മൊത്തം നമ്മളിവിടെ ബോണസ് ഷെയർസിന് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലോട്ട് നോക്കാം. അടുത്ത പ്രോബ്ലം: ഫോളോയിങ് ഐറ്റംസ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ഗീതാഞ്ജലി കോസ്മെറ്റിക്സ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2018. 80,000 equity shares of ₹10 each, ₹7.50 paid up, 6 lakhs. ഫുള്ളി പെയ്ഡ് അല്ല, പാർട്ട്ലി പെയ്ഡ് ആണ്. 1,20,000 equity shares at ₹10 each, 12 lakhs. Capital redemption reserve 3 lakhs. Plant revaluation reserve 60,000. Securities premium reserve 2 lakhs. General reserve 2,40,000. Statement of profit and loss account 1 lakh. Capital reserve including 50,000 being profit on sale of investment 1,80,000. അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് 50,000. The company decided to convert the partly paid equity shares into fully paid shares by way of bonus and to issue fully paid up bonus shares to the holders of fully paid up shares in the same ratio.
അതായത് കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ കമ്പനി തീരുമാനിക്കുകയാണ്, അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇപ്പോൾ 7.5 രൂപയെ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ ബാക്കി ഇനി 2 രൂപയും കൂടെ കൊടുക്കാനുണ്ട്. അപ്പം ആ 7 രൂപ കംപ്ലീറ്റ് ആയിട്ടും 2 രൂപ മൊത്തം ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കുന്നു. അതെങ്ങനെ ആക്കുന്നു? ബൈ വേ ഓഫ് ബോണസ് ആൻഡ് ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ ഹോൾഡേഴ്സ് ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡിലോട്ടാക്കുന്നു. അത് കൂടാതെ തന്നെ അത് ഏതിന്റെ റേഷ്യോയിലാക്കണം? എന്താ പറഞ്ഞത്? ആൻഡ് ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ ഹോൾഡേഴ്സ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ എത്രത്തോളം കൊടുക്കാനുണ്ട്, പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കണമെങ്കിൽ എത്രത്തോളം എമൗണ്ട് കൊടുക്കാനുണ്ട്, എത്രത്തോളം ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്, അതിന്റെ ആ 2 എമൗണ്ടിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കിനി സൊല്യൂഷനിലോട്ട് നോക്കാം. അപ്പോൾ ഇനി എൻട്രീസ് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം 80,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ ഉള്ളത്. അത് 10 രൂപയാണ് ഫേസ് വാല്യൂ, പക്ഷെ അതിൽ 7.5 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വരുന്നത് അത് പാർട്ട്ലി പെയ്ഡ് ആണ്, ഫുള്ളി പെയ്ഡ് ആക്കണം. അപ്പം ബാക്കി 2.5 രൂപയും കൊടുക്കാനുണ്ട്. അപ്പോൾ എൻട്രി അത് കംപ്ലീറ്റും ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് കൊടുക്കുന്നതെന്നാണ് പറയുന്ന ക്വസ്റ്റിന്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 2 lakhs. ഡിവിസിബിൾ പ്രോഫിറ്റ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ടു ഫുള്ളി പെയ്ഡ്. അപ്പം 80,000 ഇൻറ്റു 2.5 അപ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 2 lakhs കിട്ടുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇനി ബാലൻസ് പാർട്ട്ലി എത്രത്തോളം കൊടുക്കാനുള്ളത് നമുക്ക് ഈ 80,000 ഷെയർസിന്, അതാണ് നമുക്ക് 2 lakhs ആണ് നമുക്കിനി കൊടുക്കാനുള്ളത് ഷെയർ ഹോൾഡേഴ്സിന്. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫൈനൽ കോൾ ഡ്യൂ 2 lakhs. ഫൈനൽ കോൾ ആണ് കൊടുക്കാനുള്ളത്. ആ ഫൈനൽ കോളിന്റെ എമൗണ്ട് ആണ് നമ്മൾ കംപ്ലീറ്റും വിളിച്ചിവിടെ ഷെയർ ഹോൾഡേഴ്സിന് കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഫൈനൽ കോൾ അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ബോണസ് ഇഷ്യൂ 2 lakhs. കംപ്ലീറ്റ് ആയിട്ടും ആ ഫൈനൽ കോൾ കമ്പനിയുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണ്. അതാണ് 2 lakh rupees നമ്മൾ ബോണസ് ഇഷ്യൂന്റെ ഭാഗമായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ബോണസ് ഇഷ്യൂ എത്രത്തോളം നടത്തണം, എത്രത്തോളം ക്യാഷ്, എത്രത്തോളം നമ്മൾ ബോണസ് ഷെയർസിന് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളം എമൗണ്ട് വേണം, അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മളോട് ക്വസ്റ്റിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എത്രത്തോളം പാർട്ട്ലി പെയ്ഡ് ഉണ്ടോ, എത്രത്തോളം ഫുള്ളി പെയ്ഡ് ഉണ്ടോ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ വേണം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാർട്ട്ലി പെയ്ഡ് ആണ് 7.5 വരെ കൊടുത്തിട്ടുള്ളൂ, ഫൈനൽ കോൾ 2.5 കൂടി കൊടുക്കാനുണ്ട്. അപ്പം 2.5 ഡിവൈഡ് ബൈ 7.5 നമുക്ക് 1/3 കിട്ടും. അപ്പം 1/3 എന്ന് പറയുമ്പോൾ 1:3 റേഷ്യോയിൽ വേണം കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ വീതിക്കാൻ. അതായത് ഓരോ 3 ഇക്വിറ്റി ഷെയർസിനും ഒരു ബോണസ് ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യണം. അപ്പം ക്വസ്റ്റിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാർട്ട്ലി പെയ്ഡും ഫുള്ളി പെയ്ഡ്, പാർട്ട്ലി പെയ്ഡും ബാലൻസ് എത്രയാണോ പേ ചെയ്ത് ഫൈനൽ കോൾ പേ ചെയ്യാനുള്ള അതിന്റെ റേഷ്യോ, ആ 2 എമൗണ്ടിന്റെ റേഷ്യോയിൽ വേണം കംപ്ലീറ്റ് ആയിട്ടും ബോണസ് ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യാൻ. അപ്പം അങ്ങനെ 1:3 റേഷ്യോയിലാണ് ബോണസ് ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതായത് 1,20,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം 1,20,000 ഇൻറ്റു 1/3. അപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ 1,20,000-ന് 1/3 ഷെയർ അവിടെ ബോണസ് ഷെയർ ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനെ 40,000 1,20,000 ഇൻറ്റു 1/3 എന്ന് പറയുമ്പം 40,000 ഷെയർസ് ആണ് വരുന്നത്. അപ്പോൾ 40,000 ഷെയർസ് 10 രൂപ ഫേസ് വാല്യൂ തന്നെ, അങ്ങനെ 4 lakhs. 1,20,000 ഇൻറ്റു 1/3 1/3 ഷെയർ ബോണസ് ഷെയർ ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 40,000 ഷെയർസ് ആണ് നമ്മൾ ഇവിടെ ഇഷ്യൂ ചെയ്യാനായിട്ട് ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നത് 10 രൂപയ്ക്ക്. അങ്ങനെ 4 lakhs. ഇതെല്ലാം കംപ്ലീറ്റും ആ 4 lakhs കംപ്ലീറ്റും കൊടുക്കേണ്ടത് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ്. എൻട്രി ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 3 lakhs, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 1 lakhs ടു ബോണസ് ടു ഷെയർ ഹോൾഡർ 4 lakhs. അപ്പോൾ ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് സെക്യൂരിറ്റീസ് പ്രീമിയം എടുക്കണമെങ്കിൽ ബോണസ് ഷെയർ ഫുള്ളി പെയ്ഡ് ആണെങ്കിൽ മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഇത് ഫുള്ളി പെയ്ഡ് ആക്കിയതിനു ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ 2 റിസർവ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എൻട്രി ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 lakhs. ഇഷ്യൂ ബോണസ് ഷെയർ ഇൻ 1:3 റേഷ്യോ. അത് 1,20,000 ഷെയർസ് 1:3 റേഷ്യോ നമ്മൾ വീതിക്കുന്നു. അപ്പം 1 ഇൻറ്റു 1/3 ചെയ്യുമ്പോൾ 40,000. അപ്പോൾ 1,20,000 ഷെയർസ് ഓൾറെഡി ഉണ്ട്. അപ്പം അതിന് ഇത്രയും ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ, അല്ലെങ്കിൽ ഇത്രയും ഷെയർസിന് പകരമായിട്ട് 1/3 ഷെയർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ 40,000 ഷെയർ 10 രൂപ ഫേസ് വാല്യൂ, അതാണ് 4 lakhs ഇവിടെ വരുന്നത്. അപ്പം ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. So thank you so much and wish you all the very best.